ഗുഡ് മോർണിംഗ് എവരിവൺ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് ഇവരെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ മോർണിംഗ് മന്നയുടെ തലവാചകം ഒരു വിശുദ്ധ കൂട്ടായ്മ. ആധാരവാക്യം എടുത്തിരിക്കുന്ന എബ്രായർക്ക് ഇത് ലേഖനം 10-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങളാണ്. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. 1893 പ്രൈസിന്റെ തൊഴിൽ രഹിതരായ സൈന്യം അമേരിക്കൻ തൊഴിലാളികളുടെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതു മുതൽ വാഷിംഗ്ടൺ DC-യിൽ റാലികളും പ്രതിഷേധ മാർച്ചുകളും നടന്നു വരുന്നു. നാഷണൽ മാളിൽ നടക്കുന്ന പരിപാടികളിൽ US ക്യാപിറ്റോളിനും ലിങ്കൻ മെമ്മോറിയലിനും ഇടയിലാണ് നടക്കുന്നത്. മില്യൺ ആളുകളെ വെച്ച് നടത്തിയ മാർച്ചുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തെ തുടർന്ന് 1995-ൽ നാഷണൽ പാർക്ക് സർവീസ് മാൾ റാലിക്കുള്ള ഏകദേശ ജനക്കൂട്ടത്തെ നിശ്ചയിക്കുന്ന പരിപാടി നിർത്തലാക്കി. വർഷങ്ങളായി ആണവായുധ മാർച്ചുകൾ, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ മാർച്ചുകൾ, അനുസ്മരിക്കാനുള്ള മാർച്ചുകൾ, വിയറ്റ്നാം യുദ്ധത്തിനെതിരായി വരുന്ന ആവർത്തിച്ചുള്ള മാർച്ചുകൾ, പ്രോ ലൈഫ് മാർച്ചുകൾ കൂടാതെ അടുത്തിടെ തന്നെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്ത മാർച്ച് ഫോർ ലൈഫ് എന്നിങ്ങനെ വിവിധ ജനക്കൂട്ട മാർച്ചുകള് ഈ സ്ഥലങ്ങളിൽ നടന്നു വരുന്നുണ്ട്. ഈ റാലിയിൽ 1.2 മുതൽ മില്യൺ ഇടയിൽ ആളുകൾ ഈ റാലിയിൽ പങ്കെടുത്തതായി കണക്കാക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് കൂടാൻ ബൈബിൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് പ്രതിഷേധ മാർച്ചുകളല്ല, പിന്നെ ദൈവത്തെ ആരാധിക്കാനും പരസ്പര കൂട്ടായ്മ ആചരിക്കാനുമുള്ള മാർച്ചുകളാണ്. ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന് സൽപ്രവൃത്തിക്ക് ഉത്സാഹം വർദ്ധിപ്പിക്കുക എന്നാണ് നമ്മുടെ ആധാരവാക്യം. ചിലർ എന്താണ് സഭായോഗങ്ങൾ ആവശ്യമില്ലാത്തതാണെന്ന് കരുതുന്നുണ്ടല്ലേ. പക്ഷെ എന്താണ്, നമ്മൾ അതൊരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് നമ്മൾ ഇവിടെ വായിച്ചു വരുന്നുണ്ട്. ആദിമസഭയിൽ കൂടി വരുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് അവരത് പരിശീലിക്കുകയും അവർ കൂടി വരികയും ചെയ്തിരുന്നു അല്ലെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോഴും എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടിയതായിട്ട് കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പകരപ്പെട്ടപ്പോൾ അതിന്റെ ഫലങ്ങൾ തന്നെ വളരെ വലുതായിരുന്നു എന്നും കാണുന്നു. ഒരു വാക്കുകൊണ്ട് തന്നെ സ്നാനമേറ്റവർ അനേകരായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 41-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അന്ന് 3000-ഓളം പേർ ഒരു ദിവസം സ്നാനമേറ്റതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി, കൂടി വരുന്നതിന്റെ ഉദ്ദേശം വളരെ വലുതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ഒരു സഭയിൽ ഏകീകൃതമായ ഒരു സ്ഥലത്ത് കൂടി വന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതും പരസ്പര സ്നേഹത്തോടും അനുകമ്പയോടുകൂടെ പെരുമാറുന്നതും പരസ്പരം സ്നേഹം കൈമാറുന്നതുമെല്ലാം തന്നെ ദൈവത്തിന് വളരെ ഇഷ്ടമുള്ളതാണെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ക്രിസ്ത്യാനികൾ ഒത്തുചേരാനുള്ള കാരണം ഒരു ഏകീകൃതമായ സംഘടിക്കുന്ന ആരാധനകളാണ്. 1 പത്രോസ് 2-ന്റെ 9-ാം ഇങ്ങനെ പറയുന്നു: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. അപ്പൊ നമ്മളൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക ജാതിയാണ്. അപ്പൊ തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക ജാതി എന്ത് ചെയ്യണം? അവരവിടെ ഏകീകൃതമായ ആരാധനയിൽ പങ്കെടുക്കേണ്ടതാണെന്ന് നമ്മൾ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത്തരം ഒത്തുചേരലുകൾ വ്യക്തിബന്ധങ്ങൾക്കും ആത്മീയ വളർച്ചയ്ക്കും പ്രോത്സാഹനമായ അവസരങ്ങൾ പ്രദാനം ചെയ്യും. തീർച്ചയായിട്ടും ഇത്തരം ഒത്തുചേരലുകൾ ഒന്നും തന്നെ തമ്മിൽ വെറുപ്പിന്റെയോ പകയുടെയോ പ്രതിഷേധങ്ങളുടെ അവസരങ്ങളാക്കി മാറ്റാൻ പാടുള്ളതല്ല. പിന്നെ തിരിച്ചും മറിച്ച് അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുന്നതായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ചു പോകുന്നുവെന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 5-14. അപ്പോൾ ഈ ഒത്തുചേരലിലൂടെ ഇവർക്ക് പിന്നെയും ഒത്തിരി ആൾക്കാരെ ദിവസസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് ഈ വാക്യവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശരിക്കും എന്താണ് നമ്മൾ ഇന്നത്തെ മോർണിംഗ് മന്നയിൽ കേട്ടത്? ഒരു വിശുദ്ധ കൂട്ടായ്മയെ കുറിച്ചാണ്. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവുമായിരിക്കുന്ന നമ്മൾ എന്താണ് ദൈവത്തിന്റെ സ്നേഹവും അനുകമ്പയും എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് ഒത്തുചേരലില് വന്നു കൂടണം. ആദിമസഭകൾ എങ്ങനെയാണ് കൂട്ടായ്മയുടെ പ്രാധാന്യം മനസ്സിലാക്കിയതുപോലെ ഈ അന്ത്യകാല സഭയിൽ കൂട്ടായ്മയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ സ്നേഹം പങ്കുവച്ചുള്ള കൂട്ടായ്മയിൽ ചേരണമെന്നാണ് ഇന്നത്തെ മോർണിംഗ് മന്നയിലൂടെ നമ്മൾ ശ്രമിച്ചത്. ഇന്നത്തെ ദിവസത്തിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അതിനു മുമ്പായി ഇന്ന് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവര് തട്ടാരമ്പലം ചർച്ചിലെ
കൊച്ചുമോൾ പ്രസാദ്, വെന്നിക്കുളം ചർച്ചിലെ സാൻ റെയ്സൻ രാജു, അടൂർ ചർച്ചിലെ ലിയോൺ ലിനു, കുറ്റപ്പുഴ ചർച്ചിലെ തോമസ് ജോർജ്. നമുക്ക് ഈ പ്രിയ വ്യക്തികളെയും കൂടെ വഹിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാവുന്നതാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതൽ വാസം ചെയ്യുന്ന ദൈവമേ, തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗാസുരങ്ങൾ അധിവസിക്കുന്നവനെ അങ്ങനെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരു നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് ദാനം നൽകിയിരിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ രാത്രിയിൽ യാതൊരു ആപത്തോ അനർത്ഥവും കൂടാതെ ഞങ്ങൾ അവിടെ നിന്ന് കാത്തു പരിപാലിച്ചതിന് നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഒത്തുപേര് ഇന്നത്തെ പ്രഭാതം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ അവരെക്കാട്ടി ശ്രേഷ്ഠമല്ല എങ്കിൽ തന്നെയും ദൈവത്തിന്റെ വലിയ കൃപയാൽ ഞങ്ങൾക്ക് ഇന്നൊരു ദിവസത്തെ ദാനം നൽകിയതിനാൽ നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഈ ദിവസത്തെ ഞങ്ങൾ തിരുവരങ്ങൾ താഴ്ത്തി പരമേൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഇന്നത്തെ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവം എല്ലാം പരിശുദ്ധാത്മാവിനാൽ നയിക്കുമാറാണ്. ഞങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും വിചാരങ്ങളും ഒന്നും തന്നെ പരിശുദ്ധാത്മനെതിരായി അല്ലെങ്കിൽ ദൈവത്തിന്റെ ഡിസ്പ്യൂസ് ചെയ്യുന്ന ഒന്നും തന്നെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കേണ്ടതിന്, എല്ലാ ടെംപ്റ്റേഷൻ ഒഴിഞ്ഞ് ജീവിക്കേണ്ടതിന് ഞങ്ങൾ അവിടെ തിരുവരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. അതുപോലെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന തട്ടാരമ്പലം ചർച്ചിലെയും കുറ്റപ്പുഴ ചർച്ചിലെയും വെന്നിക്കുളം ചർച്ചിലെയും അടൂർ ചർച്ചിലെയും വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് ഇത്ര വർഷം ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും കൂടിയിരുന്നാലും ഇത്ര വർഷത്തിൽ അവരുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവം അവരെ സഹായിച്ചതിനാലും നന്ദി അർപ്പിക്കുന്നു കർത്താവേ. തുടർന്നും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, സന്തോഷകരമായി ദൈവത്തിന് മുന്നോട്ട് പോകാനും ആത്മീയമായും ഭൗതികമായും സന്തോഷത്തോടെ സ്നേഹത്തോടെ വളരുവാനും ദൈവം അവിടെ നിന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ ദിവസത്തിന്റെ ബർത്ത്ഡേ അറിയിക്കാത്ത വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെയും ഇതേപോലെ അനുഗ്രഹങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാണ്. ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ കണ്ണിലൂടെ, യേശുവിന്റെ കണ്ണിലൂടെ മറ്റുള്ളവരെ കാണേണ്ടതിനും അതനുസരിച്ച് യേശു മറ്റുള്ളവരെ ഇടപെടുന്നത് പോലെ ഇടപെടേണ്ടതിനും ഞങ്ങൾ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചാലധികമായ നന്മകളെ കൊണ്ട് നിറയ്ക്കണമെന്ന് യേശു ക്രിസ്തു നാമത്തിൽ താഴ്മയാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ. ആമേൻ. Have a nice day. God bless you all.